ഹായ് ഹലോ, എൻ്റെ പേര് അജയ്, ഇൻറ്റീരിയർ ഡിസൈനറാണ്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കിച്ചൺ. നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മുടെ എല്ലാവരുടെയും കിച്ചൺസ് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഒരു ലേ ഔട്ടിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 6 ടൈപ്പ് ഓഫ് കിച്ചൺസ് ആണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഐ കിച്ചൺ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കിച്ചൺ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 wall കിച്ചണാണ്. നമ്മുടെ ചെറിയ കിച്ചൺസ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സൈസ് വരെയുള്ള കിച്ചൺസിൽ കൊടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. ഒരു കിച്ചൻ്റെ ഒരു വോൾ, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു വോളിനെ എടുത്ത് അവിടെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കൗണ്ടേഴ്സ് കൊടുക്കുകയും പ്രിപ്പറേഷൻ കൗണ്ടർ, കുക്കിംഗ് റേഞ്ച് ഇതെല്ലാം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കിച്ചനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് കിച്ചൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ കിച്ചൺ ഒരു ചെറിയ കിച്ചൺ ആണെങ്കിൽ അല്ലെങ്കിൽ അധികം വലിയ സൈസ് ഇല്ലാത്തൊരു കിച്ചണാണ്, നിങ്ങൾക്ക് ഒത്തിരി കുക്കിംഗ് നീഡ്സ് ഇല്ലാത്തവരാണ്, ഫോർ എക്സാമ്പിൾ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് 1 BHK ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് കിച്ചൺ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും നമുക്ക് അത്യാവശ്യം വേണ്ട ഫങ്ഷനാലിറ്റി എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമുക്ക് സ്ട്രെയിറ്റ് കിച്ചണിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് കിച്ചൺ നമ്പർ 1. നിങ്ങളുടെ ഈ പറഞ്ഞ സ്പെക്സിലാണ് നിങ്ങളുടെ കിച്ചൺ വരുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഡിസൈനാണ് സ്ട്രെയിറ്റ് കിച്ചൺ. നെക്സ്റ്റ് ഈസ് എൽ ഷേപ്പ് കിച്ചൺ. നേരത്തെ പറഞ്ഞ ഐ ഷേപ്പ് കിച്ചൻ്റെ കൂടെ ഒരു അഡ്ജോയിനിങ് വോളിൽ ഒരു വോളും കൂടി എടുത്തുകൊണ്ട് അവിടെയും കൗണ്ടർ സ്പേസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് എൽ ഷേപ്പ് കിച്ചൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എൽ ഷേപ്പിലുണ്ടാവും ഇതിൻ്റെ കൗണ്ടേഴ്സ്. ഇതിൽ നമ്മളെ ഫ്രിഡ്ജ്, ഫുഡ് ആൻഡ് ഹോബ്, അതുപോലെ സിങ്ക്, ഇതെല്ലാം ഈ പറയുന്ന എൽ ഷേപ്പിൽ തന്നെ ഫോളോ ഇൻ ആവുകയും ടു എബോവ് ആവറേജ് സൈസ് വരെയുള്ള കിച്ചണിൽ നമുക്ക് ഈ പറയുന്ന എൽ ഷേപ്പ് കിച്ചൺ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് യു ഷേപ്പ് കിച്ചൺ. സോ യു ഷേപ്പ് കിച്ചൺ ഈസ് വെയർ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ പ്ലാൻ വ്യൂ ചെയ്യുന്ന സമയത്ത് കൗണ്ടേഴ്സ് ഒരു യു ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ കിച്ചൺ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വലിയ ഫാമിലീസ്, അത്യാവശ്യം കുറച്ച് വലിയ കിച്ചൺ, അവർക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസസ് വേണ്ടടുത്ത്, കുക്കിംഗ് ഏരിയ കൂടുതൽ വേണ്ടടുത്ത്, പ്രിപ്പറേഷൻ കൗണ്ടേഴ്സ് കൂടുതൽ വേണ്ടടുത്ത്, ഇങ്ങനെയുള്ള കിച്ചൺസാണ് നമ്മൾ യു ഷേപ്പ് കിച്ചൺസ് പ്രിഫർ ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുവിധം വലിയ കിച്ചൺസിലാണ് നമ്മൾ യു ഷേപ്പ് കിച്ചൺ കൊടുക്കേണ്ടത്. നമ്മൾ സ്റ്റോറേജ് കൂടുതൽ വേണമെന്ന ആവശ്യത്തിന് വേണ്ടി ഈ ഹൊറിസോണ്ടൽ സ്പേസ്, പ്ലെയിൻ സ്പേസ് നമ്മൾ എടുത്ത് യു ഷേപ്പ് കിച്ചൺ ചെയ്ത് കഴിയുമ്പോൾ നടുക്കുള്ള സ്പേസ് വളരെ കുറയുകയും പിന്നീട് നിങ്ങൾക്ക് കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയും എയർ സർക്കുലേഷൻ കുറവുണ്ടാവുകയും ലൈറ്റിങ്ങിൻ്റെ ഒക്കെ അപാകതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നത് എൽ ഷേപ്പ് കിച്ചണോ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന പാരലൽ കിച്ചണൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സ്പേസ് കുറവാണ്, എന്നാൽ മാക്സിമം ഫങ്ഷനാലിറ്റി ലൈക്ക് സ്റ്റോറേജ് സ്പേസസ് ഒക്കെ കൂടുതൽ വേണം എന്ന് തോന്നുന്നത്. സോ നെക്സ്റ്റ് ആസ് എ സെഡ് പാരലൽ കിച്ചൺ അഥവാ ഗാലി കിച്ചൺ. ഇത് ഒരു ചെറിയ കിച്ചൺ അല്ലെങ്കിൽ ഐ ഷേപ്പ് കിച്ചൺ, സ്ട്രെയിറ്റ് കിച്ചണിൻ്റെ ഒരു സെയിം ഫോർമാറ്റ് എക്സെപ്റ്റ് ദാറ്റ് 2 വാൾസ്, ഓപ്പോസിറ്റ് വാൾസിൽ കൗണ്ടേഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നടുക്കുള്ള സ്പേസ് ഫ്രീ സ്പേസ് ആയിട്ട് വരികയും അവിടെ നമുക്ക് മാക്സിമം ഫ്ലോർ കാർപ്പറ്റ് ഏരിയ കിട്ടുകയും നിന്ന് മൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസസ് നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യുന്ന ഒരു കിച്ചണാണ്. വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചണാണ്. നിങ്ങളുടെ സ്പേസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്ന ഒരു സ്റ്റൈൽ ഓഫ് ലേ ഔട്ടാണ് ഈ പാരലൽ കിച്ചൺ. എക്സെപ്റ്റ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ ഡോർ സെൻറ്ററിലായിരിക്കും ഇങ്ങനെയുള്ള ലേ ഔട്ട്സിൽ വരുന്നത്. ഇപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പണിയാൻ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ കൺസൾട്ട് ആൻ ഇൻറ്റീരിയർ ഡിസൈനർ. അവിടെ നിങ്ങളുടെ ഡോറിൻ്റെ പ്ലേസ്മെൻറ്റും വിൻഡോസിൻ്റെ പ്ലേസ്മെൻറ്റ്സും എല്ലാം ഒരു ഇൻറ്റീരിയർ ഡിസൈനറിന് പറഞ്ഞു തരാൻ കഴിയും. അതനുസരിച്ച് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു പാരലൽ കിച്ചൺ ചെയ്യാൻ കഴിയുകയും അവിടെ മാക്സിമം സ്പേസസ് നിങ്ങൾക്ക് സ്റ്റോറേജിനും മറ്റ് ഫങ്ഷൻസിനും വേണ്ടി യൂസ് ചെയ്യാനായിട്ട് കിട്ടുകയും ചെയ്യുന്നൊരു കിച്ചണാണ്. നെക്സ്റ്റ് ഇസ് പെനിൻസുലാർ കിച്ചൺ. നമ്മളിപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ഓപ്പൺ കിച്ചൺ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ആ ഒരു ഫോർമാറ്റിൽ വരുന്ന ഒരു കിച്ചണെയാണ് പെനിൻസുലാർ കിച്ചൺ എന്ന് പറയുന്നത്. ഇത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുള്ള വീടുകളിൽ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, വളരെ ക്വിക്കായിട്ട് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ജോലിക്ക് പോകാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരികയും അവിടെ വെച്ച് ഫുഡ് കഴിക്കാനുള്ള, സ്നാക്സ് കഴിക്കാനുള്ള ഒരു ഏരിയയും കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കിച്ചണാണ്
ഈ പെനിൻസുല കിച്ചൺ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഒരു കുറച്ച് വലിയൊരു കിച്ചണും കൂടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്യാം. ഈവൻ നിങ്ങളുടെ കിച്ചൺ ചെറുതാണെങ്കിലും ഓപ്പൺ കിച്ചൺ ആക്കി വെച്ചുകൊണ്ട് ആ ഒരു സ്പേസും കൂടി യൂട്ടിലൈസ് ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും നല്ലൊരു പെനിൻസുല കിച്ചൺ ഡെവലപ്പ് ചെയ്യാനായിട്ടും കഴിയും. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഡൈനിങ് റൂമിൽ നിന്നുള്ള വ്യൂവും എല്ലാം ഇതിൽ കിട്ടുകയും ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൺ സ്റ്റൈൽ ഓഫ് കിച്ചൺ വിച്ച് യു ക്യാൻ ട്രൈ ഫോർ യുവർ ഹൗസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഐലൻഡ് കിച്ചൺ. നേരത്തെ പറഞ്ഞ മറ്റ് ടൈപ്പ് ഓഫ് കിച്ചൺസിൻ്റെ സെൻറ്ററിൽ ഒരു ഐലൻഡ് കിച്ചൺ കൗണ്ടർ, ഒരു ഐലൻഡ് കൗണ്ടറും കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കിച്ചണാണ് ഐലൻഡ് കിച്ചൺ എന്ന് പറയുന്നത്. ഈ ഐലൻഡ് ക്യാൻ ബി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആവാം, നിങ്ങളുടെ കുക്കിംഗ് റേഞ്ച് ആവാം, സിങ്ക് യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കൗണ്ടർ ആവാം, എന്ത് വേണേലും ആവാം. എക്സെപ്റ്റ് ദാറ്റ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് കിച്ചൺ കൊടുക്കുമ്പോൾ മേക്ക് ഷുവർ യുവർ കിച്ചൺ ഈസ് ബിഗ് ഇനഫ് ടു അക്കോമഡേറ്റ് ആൻ ഐലൻഡ് ഇൻസൈഡ് വിത്ത് മൂവബിൾ സ്പേസ് അറൗണ്ട് ദ കൗണ്ടർ. അപ്പോൾ നിങ്ങളൊരു വീട് വെക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വീടിൻ്റെ കിച്ചൺ ഒന്ന് റെനോവേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 6 ലേഔട്ട് ഓഫ് കിച്ചൺ മനസ്സിലുണ്ടാവുക. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു നല്ലൊരു കിച്ചൺ ഡിസൈൻ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് തോന്നുന്നു നിങ്ങളുടെ ഫങ്ഷണാലിറ്റി അനുസരിച്ച് വേണം കിച്ചൺ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇതിലേത് സ്റ്റൈൽ ഓഫ് കിച്ചൺ വേണമെങ്കിലും നല്ല മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു ലേഔട്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ ബോധേഡ് ആവേണ്ടതുള്ളൂ. ഫസ്റ്റ് ഡിസൈഡ് ഓൺ ദ സ്റ്റൈൽ ഓഫ് ലേഔട്ട് ഫോർ യുവർ കിച്ചൺ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.